പിതാവായ ദൈവത്തിൻ്റെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെയും കൃപയും സമാധാനവും എല്ലാവരുടെയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ മഹാസ്നേഹത്തെക്കുറിച്ച് ഞാനല്പം നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇത്ര അധികമായി ദൈവം നമ്മെ സ്നേഹിക്കുന്നു. നമ്മളെ പരിധിയില്ലാതെ സ്നേഹിക്കുന്ന ദൈവം, പെറ്റമ്മയേക്കാൾ അധികമായി നമ്മെ സ്നേഹിക്കുന്ന ദൈവം, തൻ്റെ ഛായയിലും സാധിച്ചും നമ്മെ സൃഷ്ടിച്ച ദൈവം, തൻ്റെ ജീവനെ നമ്മുടെ ഉള്ളിൽ പകർന്നു തന്ന ദൈവം, നമ്മളെ ദൈവത്തിൻ്റെ മക്കളാക്കി തീർക്കാൻ തക്കവിധം അത്രയധികമായി സ്നേഹിക്കുന്ന ദൈവം, തൻ്റെ പുത്രനായ യേശുവിനെ നമ്മുടെ പാപത്തിന് പരിഹാരബലിയായി തീരാൻ സ്വർഗ്ഗത്തിന് ഭൂമിയിലേക്ക് അയച്ച ദൈവം, ആ ക്രിസ്തുയേശുവിലൂടെ ദൈവത്തിൻ്റെ മഹാസ്നേഹത്തെ നമുക്ക് വെളിപ്പെടുത്തുന്ന ആ ദൈവത്തിൻ്റെ സ്നേഹത്തെ കാൾ വലിയതായിട്ട് നമുക്ക് എന്താണുള്ളത്? ഭൂമിയിലെ മനുഷ്യൻ്റെ സ്നേഹമൊക്കെ താൽക്കാലികമാണ്. അതിൽ ഭൂരിഭാഗം സ്നേഹത്തിനും കാപട്യം ഒളിഞ്ഞു കിടപ്പുണ്ട്. എന്താണെങ്കിലും ഈ ലോകത്തിലുള്ളതെല്ലാം വേഗം തീർന്നു പോകുന്നതാണ്. ഇവിടെ ശാശ്വതമായിട്ടൊന്നുമില്ല. നിലനിൽക്കുന്ന സ്നേഹം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്നേഹം മാത്രമേ ഉള്ളൂ. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഈ ദൈവത്തെ സ്നേഹിക്കുന്നത്, അവിടുത്തെ കൽപ്പനകളെ പ്രമാണിച്ച് ജീവിക്കുന്നത് ഒക്കെ ഏറ്റവും നല്ലതാണ്. അതിനേക്കാൾ നല്ലതായിട്ട് ലോകത്തിലൊന്നുമില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾ ആഴത്തിൽ അനുഭവിച്ചറിഞ്ഞ് ജീവിക്കാൻ സ്നേഹപൂർവ്വം താല്പര്യപ്പെടുന്നു. ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് ലോകത്തിലുള്ള മൊത്തം മനുഷ്യൻ്റെ ആയുസ് ശരാശരി കണക്ക് 58. ഒരു മനുഷ്യന് 58 വയസ്സ് പ്രായം ലോകത്തിൽ ജീവിക്കുന്നുള്ളൂ. ലോകത്തിലെ ശരാശരി കണക്കാണ്. അതുകൊണ്ട് ഈ ഇന്നല്ല നാളെ തീർന്നു പോകുന്ന ജീവിതത്തിന് വേണ്ടി ലോക വിഷയങ്ങളെ ഹൃദയത്തിൽ കുത്തി നിറച്ച് ലോകചിന്തകൾ കൊണ്ട് നമ്മളിങ്ങനെ മുഴുവൻ നടക്കാതെ നിലനിൽക്കുന്ന ആ ദൈവസ്നേഹം നമ്മുടെ ഹൃദയത്തിൽ നിറച്ച് ആ ദൈവത്തിന് ഇഷ്ടമുള്ളവരായി ജീവിക്കാൻ നമുക്ക് താല്പര്യപ്പെടാം. എങ്കിലും ഇന്ന് ലോകം ഏതൊരു അവസ്ഥയിൽ എത്തിയിരിക്കുന്നു എന്ന് തിരുവചനത്തിൽ നമുക്ക് ഒന്ന് പരിശോധിച്ച് നോക്കാം. ലോകം ഇന്ന് ഈ അവസ്ഥയിലാണോ? കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം പറയുന്നു, അന്യായം പ്രവർത്തിക്കുന്ന ഏതൊരു മനുഷ്യനും ദൈവരാജ്യാവകാശമാക്കുകയില്ല എന്ന് നാം അറിയുന്നല്ലോ. തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യം ഇങ്ങനെയാണ്: അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നറിയുക. മനുഷ്യർ സ്വസ്നേഹികളും അത്യാഗ്രഹികളും വമ്പ് പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷണിക്കാരും അജിതേന്ദ്രിയന്മാരും ഉഗ്രന്മാരും സൽഗുണദ്വേഷികളും ദ്രോഹികളും ധാഷ്ടിക്കാരും നിഗളികളുമായി മനുഷ്യൻ ഭോഗപ്രിയരായി ദൈവപ്രിയം ഇല്ലാതെ ഭക്തിയുടെ വേഷം ധരിച്ച് അതിന് ശക്തി ത്യജിക്കുന്നവരുമായി തീരും. നിങ്ങൾ ഇങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക എന്ന് പറയുമ്പോൾ തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളാണ്. പ്രിയമുള്ളവരെ, ഒരു 10-20 ദോഷഫലങ്ങളാണ്, ദൈവമില്ലാത്ത മനുഷ്യനിലുള്ള ദോഷഫലങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നത്. ഞാൻ വായിച്ചത് വചനത്തിലില്ലാത്ത ഒരു കാര്യവും സംസാരിക്കുകയില്ല ഒരിക്കലും, ഒരു കാരണവശാലും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ പറഞ്ഞ ദോഷങ്ങളൊന്നും ഇല്ല, ഞാൻ ദൈവത്തെ സ്നേഹിച്ച് ജീവിക്കുന്നു എന്ന് ഉറപ്പാക്കി ജീവിക്കാൻ കഴിയുമോ?
ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ്? പ്രിയരെ, ദൈവത്തോട് കൂടെ നടക്കുന്നതിനേക്കാൾ നല്ലത് ഒന്നുമില്ല. ദൈവമില്ലാതെ ജീവിക്കുന്നത് ഭയാനകം, അത് നമുക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ തിരുവചനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ മാതാപിതാക്കന്മാരെ അനുസരിച്ചും അഹങ്കാരമില്ലാതെയും ധാരിഷ്ടക്കാരല്ലാതെയും ലേഖനം പറയാത്തവരായിട്ടും അത്യാഗ്രഹമില്ലാത്തവരായിട്ടും അങ്ങനെ തിരുവനന്തപുരത്തിൽ പറഞ്ഞതുപോലെ സ്വന്തം കാര്യം മാത്രം നോക്കുന്നവരായി തീരാതെയും നമുക്ക് ദൈവവചനം പറയുന്നതനുസരിച്ച് ദൈവത്തിൻ്റെ ഭാഗ്യമായ ഭക്തി ആചാരങ്ങളും പോരാ, ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന ഭക്തിയുള്ളവരായി ജീവിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം. ഈ വചനങ്ങൾ ദൈവമായ കർത്താവ് നമ്മെ ഓരോരുത്തരെയും ധാരാളമായി അനുകരിക്കട്ടെ.